കോൽക്കളി നിഷിദ്ധമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഹറാമായ കാര്യമാണെന്ന് പറയുന്നു. അതല്ല, അത് കറാഹത്ത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ രണ്ട് വീക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നാണ് സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കോൽക്കളി അനുവദനീയമാണ്, അതല്ലെങ്കിൽ സുന്നത്താണ് എന്ന രൂപത്തിൽ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ആശയങ്ങളുള്ള പാട്ടുകൾ അത് അനുവദനീയമാണ്, പുണ്യകരമായ വാക്കുകളാണെങ്കിൽ അത് സുന്നത്തുമാകും, അത് ശരി. പക്ഷേ ഈ കോൽക്കളി, കോലുകൾ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുള്ള കളി, അത് അനുവദനീയമാണ് അല്ലെങ്കിൽ സുന്നത്താണ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഖഫറായി 33-ലും കല്ലൂബി 1-119-ലും അതുപോലെ തന്നെ ഷർവാനി 10-219-ലെല്ലാം ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, ഷാഫിഈ മദ്ഹബിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അത് കടുത്ത ഹറാമാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ഹറാമൊന്നുമില്ല, കറാഹത്താണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. ഏതായിരുന്നാലും രണ്ട് വിഭാഗമാണെങ്കിലും അനുവദനീയമാണെന്നോ അതല്ലെങ്കിൽ സുന്നത്താണെന്നോ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. സൂക്ഷ്മത അത് ഉപേക്ഷിക്കുകയാണ്. ഇത് കറാഹത്തല്ലേ ഉള്ളൂ എന്നോ പറയാൻ നിൽക്കേണ്ടതില്ല. കാരണം മറ്റൊരു വിഭാഗം പറയുന്നത് ഹറാമാണെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. മുൻഗാമികളായ മഹാപണ്ഡിതന്മാരെല്ലാം കറാഹത്താണെന്ന് ഫത്വ കൊടുത്തവരുണ്ട്, ഹറാമാണെന്ന് ഫത്വ കൊടുത്തവരുണ്ട്. ഏതായിരുന്നാലും അത് ഉപേക്ഷിക്കുക എന്നുള്ള കാര്യമാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചെയ്യുകയല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹറാമാണെന്നുള്ള ആ ഒരു വിശ്വാസപ്രകാരം അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇനി കറാഹത്താണ് റാജിഹായ ഏറ്റവും മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് വെച്ചുകൊണ്ടാണെങ്കിൽ തന്നെ അത് കറാഹത്ത് ചെയ്യാനുള്ളതല്ലല്ലോ, അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കോൽക്കളിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും.